ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. നമ്മൾ ഒരു പ്രാവശ്യം എന്തായി ഇവിടെ വന്നിരുന്നു കേട്ടോ. വാട്ടർ മെട്രോ കാക്കനാടാണ് നേരത്തെ വന്നിരുന്നു. പക്ഷേ നമ്മുടെ ടൈമിംഗ് അറിയാത്തതുകൊണ്ട് നമുക്കന്ന് കയറാൻ പറ്റില്ല. പക്ഷെ ഇന്ന് എന്തായാലും ഞങ്ങൾ കയറിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇന്ന് വന്നപ്പോൾ കറക്റ്റ് ടൈമിങ്ങാണ്. ടിക്കറ്റൊക്കെ എടുത്തു. ഏകദേശം 2 വയസ്സിന് മുകളിലേക്കുള്ളവർക്ക് 30 രൂപ ഇതാണ് കേട്ടോ ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ജുവൽ ബേബീസ് വേൾഡിൻ്റെ യാത്ര വാട്ടർ മെട്രോയിലാണ്. കാർ പാർക്കിങ്ങിനൊക്കെ നിറയെ സ്പേസ് ഉണ്ട് കേട്ടോ. കാറൊക്കെ പാർക്ക് ചെയ്ത് സ്വസ്ഥമായിട്ട് നമുക്ക് മെട്രോയിൽ കയറാം. അപ്പോൾ ഇതാ കാക്കനാട് മെട്രോയിൽ നമ്മൾ നേരത്തെ വന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നല്ലോ. ഇന്ന് ടിക്കറ്റൊക്കെ കിട്ടി. ഇഷ്ടംപോലെ മെട്രോ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അന്ന് കുറച്ച് സ്റ്റാർട്ടിങ്ങിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കൊരു 15 മിനിറ്റ്സ് ഇടവിട്ട് മെട്രോ, വാട്ടർ മെട്രോ വൈറ്റ്ലയിലേക്കും എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ടിക്കറ്റ് എല്ലാം. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റേ മെട്രോയിൽ കയറുമ്പോൾ അറിയാം അതേ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടുത്തെ ഒരു സെറ്റിങ്സ് എല്ലാം തന്നെ വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ സാധാ മെട്രോ പോലെ തന്നെയാണ് ഇവിടെയും. വാട്ടറിലാണ് നമ്മുടെ യാത്ര എന്ന് മാത്രം. ഇതാണ് നമ്മുടെ വാട്ടർ മെട്രോ വരുന്നത്. നല്ല സുന്ദരനായിട്ടുള്ള വാട്ടർ മെട്രോ ആണല്ലേ. ബോട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം അത്രയും ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ഈ ഒരു വാട്ടർ മെട്രോയിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഒരു വലിയ എൻട്രൻസ് തന്നെയാണ് കേട്ടോ ഇത്. അതിലേ നമുക്ക് അകത്തേക്ക് കയറാം. ഡോർ ക്ലോസ്ഡ് ആണ്. ഈ വാട്ടർ മെട്രോയിൽ ഞാൻ ഫസ്റ്റ് ടൈം കയറുകയാണ്. പക്ഷെ നമ്മുടെ മറ്റേ മെട്രോയിലെ ആ മെട്രോയിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് തുടങ്ങുന്നതിന് മുമ്പേ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് കയറിയ വ്യക്തിയാണ്. പക്ഷേ ഇതിനകത്ത് കയറാൻ കുറച്ച് വൈകി. അപ്പോൾ അതാണ് നമ്മുടെ ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് അകത്തേക്ക് കയറാം. ഇത്രയും പേരെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇനി ആളുകൾ ടിക്കറ്റ് എടുത്ത് വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നിൽക്കുകയും ചെയ്യാം കേട്ടോ. ഇത് ആളുകൾ കൂടുന്നതിനനുസരിച്ച് ആളുകൾക്ക് പിടിച്ച് നിൽക്കാനുള്ളതും ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ വലിയ ബഹളങ്ങളൊന്നും ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും സീറ്റ് ഉണ്ടായിരുന്നു. അത്രയും ആളുകളെ ആ ഒരു സമയത്തുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഏകദേശം ഒരു 4 മണി ആ ഒരു സമയത്താണ്. ഏറ്റവും രസമുള്ള സമയം അതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഗ്രീനറി ഒക്കെ ആസ്വദിച്ച് നല്ല ഭംഗിയായിട്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ കുറച്ച് വെയിലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ഈവനിങ് ടൈം എന്ന് പറയുന്നത് ബെസ്റ്റ് ടൈമാണ്. നമുക്കിതുപോലെ ഒന്ന് റിലാക്സ് ചെയ്ത് മെട്രോയിൽ കയറാൻ കേട്ടോ. ഇപ്പോൾ ഒരു ടൂറ് പോലെ അല്ലെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മെട്രോയിൽ പോകാം. ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാസഞ്ചേഴ്സായിട്ട് നമുക്കറിയാം കാക്കനാട് നിന്ന് വൈറ്റ്ല വരെയുള്ള ബസ്സിലുള്ള ഒരു യാത്ര അല്ലെങ്കിൽ കാറിലുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ എത്ര സമയം കൊണ്ട് നമ്മൾ ഏകദേശം 1 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു 15 to 20 മിനിറ്റ്സിന് ഉള്ളിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങോട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യാതൊരു ശബ്ദവും ഇല്ലാതെ ഒരനക്കവും ഇല്ലാതെയുള്ള ഈ ഒരു ബോട്ടിൻ്റെ യാത്രയും. പിന്നെ ഇതുപോലത്തെ വലിയ വിൻഡോസ് ആണല്ലോ. ഒരു ഫുൾ സ്ക്രീനിൽ സിനിമ കാണുന്ന ആ ഒരു ഫീലായിരുന്നു കേട്ടോ ഇതിനകത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ. ഇത് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇവിടെയാണ് നമ്മുടെ ഡ്രൈവർ ഉള്ളത്. ഡ്രൈവറിനാണോ അതോ ഓപ്പറേറ്റർ എന്നാണോ, ബോട്ട് ഓപ്പറേറ്റർ എന്നാണോ പറയുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ആൾ അകത്തുണ്ട്. ആ ഒരു ഏരിയയിലേക്കൊന്നും നമുക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമേ ഇല്ല കേട്ടോ. സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകണ്ട. പക്ഷേ ഇവിടെ കാഴ്ച കാണാം. നമുക്കിവിടെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ കാഴ്ച കാണാം. നല്ല രസമുള്ള കാഴ്ചകളാണോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാക്കനാട് ആ വൈറ്റില ഭാഗത്ത് ഇതുപോലെ കനാലിലൂടെ പോകുന്നത്. ഈ ഒരു കനാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാലത്തിൻ്റെയൊക്കെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ചമ്പക്കര കനാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചമ്പക്കര കനാലിലൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്ര. വളരെ മനോഹരമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് പോകാം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ കാഴ്ചകൾ നല്ല മനോഹരമായിട്ട് കണ്ട് ആസ്വദിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഒരു വിരസതയും ഈ യാത്രയ്ക്ക് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അതുമാത്രമല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമുക്ക് കൊക്കിനെ കാണാം, മീൻ പിടിക്കുന്നത് കാണാം, അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു പോകാൻ പറ്റും. അതുകൊണ്ട് കുട്ടികളൊക്കെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഈ ഒരു കാഴ്ചകൾ കണ്ടോളൂ കേട്ടോ. ഡെയിലി യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു വിരസതയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏകദേശം വൈറ്റില മെട്രോ സ്റ്റേഷനോട്, വാട്ടർ മെട്രോ സ്റ്റേഷനോട് അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ നിന്ന് ഈ ഒരു ബോട്ട് ചെല്ലുമ്പോൾ അടുത്ത ബോട്ട് പുറപ്പെടാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ ചെറിയൊരു മഴയും കൂടെ പെയ്തപ്പോൾ ആ ഒരു കാഴ്ചയ്ക്ക് പ്രത്യേക ഭംഗിയായിട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഫോട്ടോസും വീഡിയോസും നിറയെ എടുക്കുമായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഫുൾ വിൻഡോ ആയതുകൊണ്ടേ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്.
എല്ലാവരും അതിൻ്റെ ആ പ്രകൃതി ഭംഗിയൊക്കെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേഷനിൽ എത്താറായി. ബോട്ട് ഒന്നിങ്ങനെ തിരിച്ചെടുത്തു. അപ്പോൾ നമുക്കിനി വൈറ്റ്ല സ്റ്റേഷനിൽ എന്ത് പറഞ്ഞ സമയം കൊണ്ട് എത്തിക്കഴിഞ്ഞു കേട്ടോ. കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരും കൂടെ ഇറങ്ങാൻ നിൽക്കുവാണ്. നമ്മുടെ മറ്റേ മെട്രോയിൽ കേൾക്കുന്നത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റ്സ് വരുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബോട്ടിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞുതരും. അതിനനുസൃതമായിട്ട് നമ്മൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ പാസഞ്ചേഴ്സിനെ എല്ലാവരെയും ഇറക്കി കഴിഞ്ഞതിന് ശേഷം ബോട്ട് ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കറിയാം മെട്രോ വാട്ടർ മെട്രോ ഇലക്ട്രിക്കിൽ ഓടുന്നതാണ് വാട്ടർ മെട്രോ. അതുകൊണ്ട് തന്നെ പാസഞ്ചേഴ്സിനെ ഇറക്കി കഴിഞ്ഞിട്ട് ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ. നല്ല മഴ പെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ മഴ പോകുന്ന വോക്ക് വേ മുഴുവൻ കവേർഡാണ്, ഫുള്ളി കവേർഡാണ്. അതുകൊണ്ട് ഇപ്പോൾ മഴ പെയ്താലും നമുക്ക് പ്രശ്നമില്ല. അവിടം വരെ സ്വസ്ഥമായിട്ട് ഇനി ബസ്സിൽ കയറി പോകാനുള്ളവർക്കാണെങ്കിൽ ആ വോക്ക് വേ വരെ സ്വസ്ഥമായിട്ട് നടന്നു പോകാം. അപ്പോൾ ഇവിടെ ചാർജ് ചെയ്യുന്ന കണ്ടല്ലോ, ഇലക്ട്രിക് ചാർജ് ചെയ്യുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് ആ പാസഞ്ചേഴ്സ് എല്ലാം പുറത്ത് ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കും ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വേ, ആ പാസഞ്ചേഴ്സിനെല്ലാം അകത്തേക്ക് പോകാം. മഴയും വെയിലും ഒന്നും കൊള്ളാതെ സുഖമായിട്ടുള്ളൊരു യാത്ര. അപ്പോൾ അതിലേ നടന്ന് കുറച്ച് ദൂരമുണ്ട് ആ സ്റ്റേഷൻ വരെ എത്താനായിട്ട്. അപ്പോൾ ആ സ്റ്റേഷനിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ എല്ലാം സൗകര്യമുണ്ട്. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമ്മൾ പഞ്ച് ചെയ്യുന്ന കാർഡ് എപ്പോഴും വേണം കേട്ടോ. ആ കാർഡ് കളയാൻ പാടില്ല. കാർഡും ഇവിടെ പഞ്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അത് ചാർജ് ചെയ്തതിന് ശേഷം മാത്രമാണ് അകത്തും കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് അവർ നിൽക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയാണല്ലോ. ഇവിടുന്ന് കുറേ പാസഞ്ചേഴ്സ് കയറാനായിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പോൾ പഞ്ച് ചെയ്തതിന് ശേഷം മമ്മി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. അതുപോലെ തന്നെ നമുക്കിനി നെക്സ്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതുപോലെ അകത്തേക്ക് കയറാനായിട്ടും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് കേട്ടോ ഇതെല്ലാം തന്നെ. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവിടെ നിരവധി സ്റ്റാഫുകളുണ്ട്, അവരുടെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാം. ടൈം എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. ഇനി ഏത് സമയത്താണ് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടത്, അതുപോലെ തിരിച്ച് എങ്ങോട്ടാണ്. അപ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ട്രിപ്പൊക്കെ നടത്തണമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാൻ ഒരു 50-20 മിനിറ്റ്സിൻ്റെ സമയമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ഗതാഗതത്തിൻ്റെ ഒരു രൂപരേഖ, മാപ്പുകൾ, ഇതെല്ലാം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും പങ്കുവയ്ക്കാം ഇതെല്ലാം തന്നെ. ഞാൻ അതുപോലെ മെട്രോയുടെ ഒരു ടൈമിംഗ് ഇതിനകത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെ യാത്ര ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ ഉപകാരപ്പെടും. കറക്റ്റ് സമയത്ത് ചെല്ലാനും അതുപോലെ തന്നെ ടിക്കറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമൊന്നും ഷോർട്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് വാട്ടർ മെട്രോയുടെ ടൈമിംഗ്. അതായത് കാക്കനാട് ടു വൈറ്റ്ല ടു കാക്കനാട് വരെ എത്തുന്നതിനുള്ള ടൈമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ, നിങ്ങൾക്കും ഉപകാരപ്പെടും. ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ ആ വീഡിയോ. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് സേവ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ കുറേ ആളുകൾ തിരിച്ചു കയറുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പോവാണ്. 30 രൂപ വീതമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് കാണാം. ആ കാണുന്നതാണ് പ്രൈവറ്റ് സ്റ്റാൻഡ്, അതായത് വൈറ്റില പ്രൈവറ്റ് സ്റ്റാൻഡ്. അതിനോട് ചേർന്നാണ് ഇത് ഇരിക്കുന്നത്. മഴ നനയാതെ നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്ര തന്നെ ജനങ്ങൾക്ക് നൽകുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ പണികളും സെറ്റിങ്സും എല്ലാം തന്നെ. അപ്പോൾ ജനങ്ങൾ ഇനി അത് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. ഈ പറയുന്ന പോലെ ഡെയിലി ജോലിക്കൊക്കെ പോകുന്നവർക്ക് ബസ് സ്റ്റേഷനിൽ നിന്ന് നേരെ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താനും അവിടെ നിന്നും വളരെ കണക്റ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ കാക്കനാട് നിന്ന് വൈറ്റിലേക്ക് വന്നു. ഇത് വൈറ്റിലയിലെ ടെർമിനലാണ് കേട്ടോ. വാട്ടർ മെട്രോയുടെ വൈറ്റിലയിലെ ടെർമിനലാണിത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തിട്ട് ഇനി തിരിച്ച് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനെല്ലാം സൗകര്യമുണ്ട്. ഇനി ചായയൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് പോയി നേരെ അപ്പുറത്ത് പോയി വൈറ്റിലെ ടെർമിനലാണ് നമ്മൾ ബസ് ടെർമിനൽ. അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അതേ വഴി ഇങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ബോട്ടിന് നമുക്ക് നേരെ കാക്കനാടിന് പോരാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടെക്നിക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇനി ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ ബോട്ട് വരും. ആ ബോട്ടിൽ വേണം നമുക്ക് തിരിച്ച് കാക്കനാടേക്ക് പോകാൻ. അപ്പോൾ ഒരു
ബോട്ട് യാത്ര പോലെ, പക്ഷെ അങ്ങനെ ആസ്വദിക്കാം, യാത്രയായിട്ട് നമുക്ക് ആസ്വദിക്കാം, എങ്ങനെ വേണമെങ്കിലും ആസ്വദിക്കാം വാട്ടർ മെട്രോ. എന്തായാലും സ്മൂത്ത് ആയിട്ടുള്ള അടിപൊളി ജേർണി ആയിരുന്നു. നമുക്കിനി തിരിച്ചങ്ങോട്ട് പോകാനുള്ള സമയമായി. ഇതാ എല്ലാവരും തന്നെ റെഡി ആയിട്ടുണ്ട്. ഈ വേഗം ചെന്നാലാണ് അവിടെ ഇരിക്കാൻ സീറ്റുള്ളൂ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും കുറച്ച് തിരക്കാവുന്ന സമയത്ത്. ഇതാ ഇവിടെ 2 ബോട്ട് ജെട്ടിയുണ്ട്. അപ്പോൾ ആ ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്നത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് പോകാനായിട്ട്. ഇത് കാക്കനാടേക്ക് പോകാനുള്ളതാണ്. ഇവിടെ എല്ലാം തന്നെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. കാരണം ഇവിടെ ഒന്നും തട്ട് മറിക്കാതെ എന്തായാലും എല്ലാവരും ഓടിപ്പോകുന്നുണ്ട്. ഓടിപ്പോയി ജനൽ സൈഡിലുള്ള സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, വിൻഡോ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. ഇതാണ് നമ്മുടെ മെട്രോയുടെ ഡ്രൈവറുടെ ക്യാബിൻ വരുന്നത്. അതുപോലെ തന്നെ ഇത് ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്വിച്ചിൽ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡോറ് തന്നെ ഓപ്പൺ ആയിക്കോളും കണ്ടോ. അപ്പോൾ ഇനി ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഈ സ്റ്റേഷനിൽ നിന്ന് നേരെ കാക്കനാട് സ്റ്റേഷനിലേക്ക് പോവാണ്. കണ്ട കാഴ്ചകളൊക്കെ ആണെങ്കിൽ തന്നെ അപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഒക്കെ നമുക്ക് മാറി മാറി ഇരുന്ന് കാണാമല്ലോ. പിന്നെ ആദ്യം പറഞ്ഞ പോലെ കൊക്ക് മാത്രമല്ല, പരുന്ത്, പിന്നെ ആദ്യം ഞങ്ങൾ ഇതിൽ പോന്നപ്പോൾ കുറേ കാഴ്ചകൾ കണ്ട കൂട്ടത്തിൽ ഉടുമ്പിനെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ ഞാൻ ആദ്യം പറഞ്ഞ കുറേ പാലങ്ങൾ, അതുപോലെ തന്നെ പഴയ ബോട്ട് ജെട്ടിയുടെ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അവിടെയൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയ നമുക്ക് ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ ഉള്ള ഏരിയ ഉണ്ട് കേട്ടോ. അത് ഏതാണ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഇവിടെ ഒത്തിരി പേര് വന്നിരിപ്പുണ്ട്. പിന്നെ ലൈഫ് ജാക്കറ്റ് അതെങ്ങനെ ധരിക്കണം എന്നുള്ളതൊക്കെ ഇവിടെ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്. ആ ലൈഫ് ജാക്കറ്റ് നമ്മുടെ സീറ്റിന് അടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ജാക്കറ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ സമയം കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് കാക്കനാട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാം. ഒരു ശബ്ദവുമില്ലാതെ, ഒരു ശല്യവുമില്ലാതെ, ഹോണടിയുടെയോ അല്ലെങ്കിൽ കാറിൻ്റെയോ ഒന്നും ബഹളവും ഇല്ലാതെ, ഒരു ട്രാഫിക്കിൻ്റെ ബഹളവും ഇല്ലാതെ സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഈ വാട്ടർ മെട്രോ. തീർച്ചയായിട്ടും നിങ്ങളും ഇത് ഉപയോഗിക്കുക. ഒരിക്കലെങ്കിലും വരിക, കാണാനും യാത്ര ചെയ്യാനും. അതുമാത്രമല്ല പാസഞ്ചേഴ്സായിട്ട് നമുക്ക് കാക്കനാട് ടു വൈറ്റില പോകാനായിട്ട് ഇതുപോലെ ഇൻഫോ പാർക്കിലൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരമുള്ളതാണ്. തീർച്ചയായിട്ടും ടെൻഷൻ അടിച്ച് വാഹനം ഓടിച്ച് റോഡിലൂടെ പോകുന്നതിനേക്കാൾ എത്രയോ ഫീൽ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാം. അതുമാത്രമല്ല ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, വാട്ടർ മെട്രോ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി നിരവധി ഓഫേഴ്സുകളും വാട്ടർ മെട്രോ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഇവിടെ ബോർഡുകളിൽ പലതും വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് അപ്പോൾ കിട്ടും. വൈറ്റില വരെ പോയിട്ട് തിരിച്ച് കാക്കനാട് എത്തി. അങ്ങനെ കാക്കനാട് നിന്ന് നമ്മൾ വൈറ്റിലയിലേക്കും വൈറ്റിലയിൽ നിന്ന് തിരിച്ച് കാക്കനാട് നിന്നും അങ്ങനെ ഒരു റൗണ്ടപ്പ് അടിക്കുകയാണ് ചെയ്തത് വാട്ടർ മെട്രോയിൽ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല റൈഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും പിന്നെ അതുപോലെ യാത്രയ്ക്കായിട്ട് നമുക്ക് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വാട്ടർ മെട്രോയിൽ പോയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരി, ബൈ. വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉള്ളതുകൊണ്ട് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സുഖമുള്ള യാത്രയ്ക്കായിട്ട് നിങ്ങളും ഒന്ന് വന്ന് നോക്കുക വാട്ടർ മെട്രോ. ഓക്കെ.